മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീന ഒരു ദിവസം വൈജയന്തിയുടെ റൂമിൽ കയറിയിട്ട് ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു അൽമാറയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിലാണ് എവിടെ നിന്നോ ഒരു ഫോട്ടോ തെന്നി അങ്ങ് താഴേക്ക് വീണത് അലീന കാണുന്നത്. അവൾ പെട്ടെന്ന് ആകാംക്ഷ തോന്നി. അവൾ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. അത് ഒരു പട്ടാളക്കാരന്റെ ഫോട്ടോയായിരുന്നു. കൂടെ വൈജയന്തി ചേർന്ന് ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷം തന്നെ അവൾക്ക് കാര്യം പിടികിട്ടി. ഇത് തന്റെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കുമെന്ന്. ചിലപ്പോൾ ആഗ്രയിൽ വെച്ച് അവർ രണ്ടുപേരും കൂടി എടുത്ത അവസാനത്തെ ഫോട്ടോ ആയിരിക്കും അത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും തന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഒന്നിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ഫോട്ടോ എങ്കിലും തന്റെ കയ്യിലിരിക്കട്ടെ എന്ന് കരുതി അലീന ആ ഒരു ഫോട്ടോ പതിയെ തന്റെ ബാഗിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. എന്റെ അച്ഛനും അമ്മയും എന്ത് സുന്ദരനും സുന്ദരിയായിരുന്നില്ലേ എന്ന് അവൾ ഓർത്തു. അമ്മ അച്ഛനെ തന്നെ കെട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയേനെ എന്നും ചിന്തിക്കാണ് അലീന. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെ എനിക്ക് കഴിയേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഓർത്തപ്പോൾ അലീനക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ ആ ഒരു ഫോട്ടോ കൊണ്ടുപോയി സ്വന്തം മുറിയിലേക്ക് വെച്ചതിന് ശേഷം നേരെ അവിടെ നിന്നും അടുക്കളയിലേക്ക് പോവാണ്. ആ സമയത്താണ് ബബിത അവളുടെ മുറിയിലേക്ക് വരുന്നത്. അലീന ആരാണെന്നും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നായിരുന്നു അലീനയുടെ ലക്ഷ്യം. അവൾക്ക് എൻ്റെ അച്ഛനുമായിട്ട് എന്തായിരിക്കും ബന്ധമെന്നൊക്കെ ആലോചിച്ച് നടക്കുമായിരിക്കും ബബിത. അലീനയുടെ യഥാർത്ഥ അമ്മ, അതായത് എൻ്റെ അച്ഛൻ്റെ ആ ഒരു പഴയ കാമുകി ആരായിരിക്കുമെന്ന് ബബിത ആലോചിച്ചു. അവളുടെ മുറിയൊന്ന് തപ്പിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ കരുതി ബബിത അവളുടെ മുറിയിലേക്ക് ഇങ്ങനെ തിരച്ചിൽ തുടങ്ങി. എന്നാൽ അവൾ വിചാരിച്ചതൊന്നുമല്ല അവിടെ നിന്നും കിട്ടിയത്. അലീന എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റാലിയും വൈജയന്തിയും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ബബിതയുടെ കയ്യിൽ അങ്ങ് കിട്ടുകയാണ്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് തൻ്റെ അമ്മയുടെ പഴയൊരു ലുക്ക് പോലെയുണ്ടല്ലോ എന്ന് ചിന്തിക്കാണ് ബബിത. പക്ഷേ കൂടെ നിൽക്കുന്ന ആളെ തനിക്ക് മനസ്സിലായതേയില്ല. എന്തായാലും ഇത് തന്റെ അച്ഛൻ ബാലചന്ദ്രനല്ല എന്ന കാര്യം ബബിതക്ക് ഉറപ്പായിരുന്നു. അമ്മക്ക് ഇയാളുമായിട്ട് എന്താ ഇത്ര ബന്ധം? ഇതെങ്ങനെ അലീനയുടെ മുറിയിൽ വന്നു എന്നൊക്കെയുള്ള 100,000 ചോദ്യങ്ങൾ ബബിതയുടെ തലയിലൂടെ ഇങ്ങനെ ഓടിപ്പോവാൻ തുടങ്ങി. അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഒന്നിങ്ങോട്ടേക്ക് തിരിച്ചെത്തട്ടെ, എല്ലാത്തിനും എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ബബിത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ ഫോട്ടോ തൻ്റെ മൊബൈലിലൊന്ന് പകർത്തിയിട്ട് അവിടെ നിന്നും തിരിച്ചു വെച്ചിട്ട് ആ മുറിയിൽ നിന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ് ബബിത. പിന്നീട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നപ്പോൾ ബബിത അച്ഛന് ആഹാരം എടുത്തു കൊടുക്കാൻ വേണ്ടി മുന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ പതിവില്ലാത്തൊരു സ്നേഹമൊക്കെ എന്നോട്? ഇതുവരെ അലീനയും കൃഷ്ണമോളൊക്കെ അല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്? അച്ഛൻ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന്, ജീവനോടെ പോലും ഉണ്ട് എന്ന് പോലും നീ അന്വേഷിക്കാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. എന്ത് പറ്റി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ അങ്ങ് അത്ഭുതപ്പെട്ടു. ബബിത പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അച്ഛൻ്റെ വില എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഒരു മകളുടെ കടമയല്ലേ ഇതൊക്കെ? ഇനി മുതൽ അച്ഛൻ്റെ ഭക്ഷണവും മരുന്നൊക്കെ ഞാൻ തന്നെ എടുത്തു തന്നോളാമെന്ന് ബബിത പറയുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒരുപാടധികം സ്നേഹവും സന്തോഷവും തോന്നി. തൻ്റെ മകൾ തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നും അവളുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്നും താൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ ചിന്തിച്ച ബാലചന്ദ്രൻ ബബിതയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബബിതക്കാണെങ്കിൽ ആകെ ഒരേ ഒരു ടെൻഷനായിരിക്കും. അവൾ തിടുക്കത്തിൽ തന്നെ വൈജയന്തിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു. അമ്മക്ക് ഈ ഇടയായിട്ട് വല്ലാത്തൊരു ടെൻഷനാണല്ലോ. ഇവിടുത്തെ അലീന അവൾ പിഴച്ചു പറ്റിയതാണെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥ അമ്മക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ബബിത അങ്ങ് തുറന്നു ചോദിക്കാണ്. ഇത് കേട്ടപ്പോൾ വൈജയന്തിയുടെ കണ്ണങ്ങ് തള്ളി. അവൾ ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരൊറ്റ അടി അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. എന്താടി നീ പറഞ്ഞത്? ഞാൻ പിഴച്ചു പറ്റവളാണെന്നോ? സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കേണ്ട കാര്യമാണോടി ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അവളെ വീണ്ടും അങ്ങ് തല്ലാൻ വേണ്ടിയിട്ട് കൈ പൊക്കി. ഇനി എന്നെ തല്ലാനൊന്നും അമ്മക്ക് പറ്റില്ല. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അമ്മയുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് ഉത്തരം കേൾക്കണമെന്നൊക്കെ ബബിത അങ്ങ് പറയണേ. എന്നിട്ട് ബബിത തൻ്റെ ഫോണിലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു. ദേ, എൻ്റെ മൊബൈലിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇതിൽ നിൽക്കുന്നത് അമ്മയല്ലേ? കൂടെയുള്ളത് ഒരു പട്ടാളക്കാരനും. ഇയാളുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം? അലീന നിങ്ങളുടെ കുട്ടിയാണോ? പിന്നെ എങ്ങനെയാണ് അവളുടെ മുറിയിൽ ഈ ഒരു ഫോട്ടോ വന്നത് എന്ന് ബബിത ചോദിച്ചിട്ട് വൈജയന്തിയോടങ്ങ് പൊട്ടിത്തെറിക്കാണ്. താൻ ഇത്രകാലം കാത്തു സൂക്ഷിച്ച ആ ഒരു പഴയ ഫോട്ടോ, താനും സ്റ്റാൻലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ എങ്ങനെ അലീനയുടെ മുറിയിൽ എത്തിയെന്നും അത് ബബിത കണ്ടുവെന്നും അറിഞ്ഞപ്പോൾ വൈജയന്തി ആകങ്ങ് തകർന്നു പോവാണ്. ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റിവെക്കാനും പറ്റില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അലീന എന്നെ നശിപ്പിക്കാൻ വേണ്ടി മുറി തപ്പിയെടുത്ത് അവളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചതായിരിക്കും. ഇപ്പം തന്നെ എൻ്റെ മോളും അത് കണ്ടിരിക്കുന്നു എന്ന് അവൾ ഭയപ്പെട്ടു. എന്നെ അവൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അലീന എൻ്റെ മകളാണത്രേ. ഇനി ഞാൻ എന്ത് മറുപടിയാണ് എൻ്റെ മോൾക്ക് കൊടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ വൈജയന്തിക്ക് ഒരു ഉത്തരമില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ബബിത ചോദിച്ചപ്പോൾ അമ്മക്ക് ഉത്തരമില്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഫോട്ടോ അച്ഛനെ കാണിക്കട്ടെ എന്ന് ബബിത പറയാണ്. അന്നേരം വൈജയന്തിയുടെ നെഞ്ചിൽ ഒരു ഇടിവാൾ വന്നു തറച്ചതുപോലെ തോന്നി.
ആ ഫോട്ടോ ഒരിക്കലും ബാലചന്ദ്രൻ കാണാൻ പാടില്ല. ഞാൻ കുറേ കാലം ആഗ്രയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് ഈ ഫോട്ടോയിലുള്ളത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ബാക്കിയൊന്നും നീ അറിയണ്ട. എന്നോടൊന്നും ചോദിക്കണ്ട നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതിലും ഭേദം നീ എന്നൊരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലുമായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെയെങ്കിലും ഞാൻ അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞ് വൈജയന്തി അങ്ങ് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ അമ്മയോട് ഇനി കൂടുതൽ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമെന്നില്ല. എന്തായാലും അമ്മയുടെ പാസ്റ്റിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പൊക്കിക്കൊള്ളാമെന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ ബബിത നേരെ മുറിവിട്ട് അവിടെ നിന്നങ്ങ് പുറത്തേക്ക് വരികയാണ്. അലീനയാണെങ്കിൽ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. അവൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു പഴയ ഫോട്ടോ രോഹിത്തിനെ കൊണ്ടുപോയി കാണിക്കും. തൻ്റെ അച്ഛന് പകരം സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ രോഹിത്തിന് നന്നായിട്ട് അങ്ങ് ദേഷ്യം വന്നു. എങ്കിലും അലീന ചേച്ചിയുടെ മുന്നിൽ വെച്ച് അവൻ അതൊന്നും തന്നെ കാണിക്കാതെ തന്നെ നിന്നു. എന്നാലും എൻ്റെ അച്ഛനെ ചതിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? പാവം എൻ്റെ അച്ഛൻ. ഇപ്പോൾ അമ്മയോട് കാണിക്കുന്ന ഈ ഒരു ദേഷ്യമൊക്കെ സ്നേഹം കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ പേരിലാണല്ലോ അച്ഛൻ അമ്മയെ വെറുക്കുന്നത് എന്നൊക്കെ അവൻ ഓർത്തു. എനിക്കിപ്പോൾ അമ്മയോട് വെറുപ്പ് തോന്നുന്നു. എനിക്ക് അച്ഛൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം ചേച്ചി. സത്യമറിയാതെ അച്ഛനെ ഞാൻ എത്രമാത്രം സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങ് പൊട്ടിക്കരയാണ്. മോനെ, അച്ഛനോടുള്ള ഈ ഒരു ബന്ധം മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ടും അമ്മ അത് തുറന്നു പറയണമായിരുന്നു. എന്നാൽ മുത്തശ്ശൻ്റെ വാശി കാരണമാണ് അമ്മ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചത്. ഈ ഒരു സത്യം ഒരിക്കലും അച്ഛനോട് പറയില്ല എന്ന് അമ്മ മുത്തശ്ശന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മോൻ അമ്മയെ വെറുക്കാനൊന്നും പാടില്ല എന്ന് അലീന അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശരി ചേച്ചി, എനിക്കിനി അലീന ചേച്ചി പറയുന്നതിനപ്പുറം ഒരു തീരുമാനവുമില്ല. ഞാനും തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് രോഹിത്തും സമ്മതിച്ചു. എന്തായാലും അലീന ചേച്ചിയുടെ പപ്പയെ കാണാൻ നല്ല ലുക്കുണ്ട് കേട്ടോ. പപ്പയുടെ അതേ സ്വഭാവം തന്നെയാണ് ചേച്ചിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്കുറപ്പാണെന്നൊക്കെ പറയുന്ന രോഹിത്ത്. അമ്മയുടെ സ്വഭാവം കിട്ടാതിരുന്നത് നന്നായി എന്നും അവൻ പറയുന്നുണ്ട്. ഇയാളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നതിനുള്ള തെളിവല്ലേ അമ്മ ഇപ്പോഴും ഈ ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് രോഹിത് ചോദിക്കാണ്. അതെ, എത്ര വെറുത്താലും ആദ്യം സ്നേഹിച്ച ഒരാളെ ഒരു പെണ്ണിനും മറക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞു കൂടിയുള്ളപ്പോൾ ആ കുഞ്ഞ് മരിച്ചെന്നാണ് അമ്മ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാലും അമ്മ ഇടയ്ക്കിടയ്ക്ക് പപ്പയെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് അലീന മറുപടി നൽകി. മരിച്ചുപോയി എന്ന് കരുതുന്ന ആ ഒരു കുഞ്ഞിനെ ഒരു ദിവസം അമ്മ തിരിച്ചറിയും. ആ കുഞ്ഞ് ഞാനാണ് എന്നറിയുമ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ആ കാഴ്ച ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞ് അലീന രോഹിത്തിനെങ്ങ് ചേർത്ത് പിടിച്ച് കരയാണ്. പിന്നീട് അലീന അവനെ കൂട്ടിയിട്ട് നേരെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ പപ്പയെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ മുറി ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന അത് രേവതിക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. ചേച്ചിയെ പോലെ തന്നെ സുന്ദരനാണല്ലോ സ്റ്റാൻലി അങ്കിളും എന്ന് പറയാണ് രേവതിക്കുട്ടി. ഞാനത് അങ്കിളിനും ആൻറ്റിക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അത് നേരെ മാമച്ചാനും ഗ്രേസി ആൻറ്റിക്കും കൊണ്ടുപോയി കാണിക്കണേ. അലീനയുടെ പപ്പയെ കണ്ടപ്പോൾ ഇത് അയാളല്ലേ എന്ന് പറഞ്ഞു കൊടുത്തിനെ അവരാകങ്ങ് ഷോക്കേറ്റതുപോലെ നിൽക്കുമായിരിക്കും. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്? അതെ, ഇത് അയാൾ തന്നെയാണെന്ന് മാമച്ചാനും സമ്മതിച്ചു. ആരാ അങ്കിൾ? നിങ്ങൾ സ്റ്റാൻലി അങ്കിളിനെ നേരത്തെ അറിയാമായിരുന്നോ എന്ന് രേവതിക്കുട്ടി ചോദിക്കാണ്. ഇയാൾ അലീനയുടെ പപ്പയായിരിക്കാം, പക്ഷേ അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു മോളെ. എന്നാൽ സ്റ്റാൻലിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അയാൾ ഞങ്ങളുടെ ബന്ധുവാണ്. ഞങ്ങളുടെ മരിച്ചുപോയ ജോമോൻ പണ്ട് കെട്ടിയത് ഈ സ്റ്റാൻലിയുടെ അനിയത്തിയാണ് എന്ന് മാമച്ചാനും അങ്കിളും ഗ്രേസി ആൻറ്റി അങ്ങ് പറയാണ്. അത് കേട്ട് അലീനയും രേവതിക്കുട്ടിയും ആകെ ഇങ്ങനെ ഷോക്കേറ്റ് സ്തംഭിച്ചതുപോലെ നിൽക്കുമായിരിക്കും. ആര്? ഷെറിൻ ചേച്ചിയുടെ ആംഗ്ലയാണോ അലീന ചേച്ചിയുടെ പപ്പ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അതേ മോളെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവർക്ക് 3 ആങ്ങളമാരാണുള്ളത്. അതിൽ ഒരാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന സ്റ്റാൻലി. നിന്നെ ഞങ്ങൾ തിരിച്ചറിയാതെ പോയല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ അവർ രണ്ടുപേരും അലീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പറിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഒരുപാടധികം സന്തോഷമായിരുന്നു. രേവതിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് വെളിപ്പെടുത്ത ആ ഒരു സത്യം അലീനയെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് തളർത്തി കളഞ്ഞു. ഷെറിൻ ചേച്ചിയുടെ ആങ്ങളെയാണ് തൻ്റെ പപ്പ എന്ന് കേട്ടപ്പോൾ ഇത്രയും കാലം താൻ തിരഞ്ഞു നടന്ന വേരുകൾ ഇത്ര അടുത്തുണ്ടായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. മാമച്ചാനും ഗ്രേസി ആൻറ്റിയും അവളുടെ കൈകളൊക്കെ മുറുകെ പിടിച്ചു. മോളെ, സ്റ്റാൻലി ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയില്ല. അവൻ കുറേ കാലമായി കുടുംബമായി പിണങ്ങി ആകെ വിട്ടിട്ട് എങ്ങോട്ടേക്ക് പോയിരിക്കുവാണ്. പക്ഷേ ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും. നിനക്ക് നിന്റെ പപ്പയെ ഞങ്ങൾ തിരിച്ചു നൽകുമെന്ന് മാമച്ചായൻ അലീനക്ക് ഉറപ്പ് കൊടുത്തു. ഇതേ സമയം വൈജയന്തിയുടെ മുറിയിൽ ബബിത തന്റെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞത് പകുതി സത്യം മാത്രമാണെന്ന് അവൾക്ക് തോന്നി. അലീന എങ്ങനെ ആ വീട്ടിലേക്ക് എത്തിയെന്നറിഞ്ഞപ്പോൾ അവൾ ആ പഴയ തറവാട്ടിലെ കാര്യസ്ഥനെ രഹസ്യമായി തന്നെ വിളിച്ചു. അലീനയെ വഴിയിൽ നിന്നും കിട്ടിയതാണ് എന്നും വൈജയന്തിയുടെ പ്രസവം നടന്ന അതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടന്ന ചില അവിഹിത ഇടപാടുകളും ഫലമായിട്ടാണ് എന്നൊക്കെ അവൾ വീട്ടിലെത്തിയതുമെന്നും ബബിത പതുക്കെ മനസ്സിലാക്കി തുടങ്ങി. വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നും മുത്തശ്ശൻ അത് അലീനയാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടത്തിനെ അവളെ വെറും ഒരു ജോലിക്കാരിയായിട്ട് ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണ് എന്ന സത്യം ബബിതയുടെ മുന്നിൽ അങ്ങ് തെളിഞ്ഞു വന്നു. പിറ്റേന്ന് രാവിലെ മാമച്ചായന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സ്റ്റാൻലിയെ കുറിച്ചുള്ള വിവരമായിരുന്നു അത്.
അയാൾ ഇപ്പോൾ ഊട്ടിയിലെ ഒരു ആർമി റിട്ടയർമെന്റ് ഹോമിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ അലീനയും രോഹിത്തും രേവതിക്കുട്ടിയും അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം അലീന തന്റെ പപ്പയങ്ങ് ആദ്യമായിട്ട് കണ്ടുമുട്ടി. തന്റെ അതേ കണ്ണുകൾ, തന്റെ അതേ ചിരിയുള്ള ആ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് അയാളെങ്ങ് കെട്ടിപ്പിടിച്ചു. പപ്പ, ഇത് ഞാനാണ് അലീന, പപ്പയുടെ സ്വന്തം മോള്. അവളുടെ ആ ഒരു വിളി കേട്ടപ്പോൾ സ്റ്റാൻലി ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു നിന്നു. മരിച്ചുപോയി എന്ന് വൈജയന്തി വിശ്വസിച്ചിരിക്കുന്ന തന്റെ മകൾ ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത് കണ്ട് സ്റ്റാൻലിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അവൾ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വൈജയന്തി ആകെ തകർന്നിരിക്കുകയായിരുന്നു. ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ബബിത എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. അലീന തന്റെ സ്വന്തം മകളാണെന്ന് വൈജയന്തി അലറിക്കരഞ്ഞുകൊണ്ട് സമ്മതിക്കാണ്. ബാലചന്ദ്രൻ ആദ്യം അത് കേട്ടിട്ട് ഞെട്ടിയെങ്കിലും അലീനയോട് അവൾ കാട്ടിയ ക്രൂരതകൾ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹം പശ്ചാത്തപിച്ചു. സ്റ്റാൻലിയും അലീനയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വൈജയന്തിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും ആയില്ല. നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് നമ്മുടെ കുഞ്ഞു മരിച്ചു എന്നല്ലേ? സ്റ്റാൻലി ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അലീന ഓടിച്ചെന്ന് തന്റെ അമ്മയങ്ങ് കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം അനുഭവിച്ച വേദനകളും അവഗണനകളും ആ ഒരു ആലിംഗനത്തിലങ്ങ് അലിഞ്ഞുപോയി. ബാലചന്ദ്രൻ അലീനയുടെ കൈപ്പിടിച്ച് സ്റ്റാൻലിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇനി ഇവൾ നിങ്ങളുടേതാണ്, നിങ്ങളുടെ മോളാണ്. എൻ്റെ മോളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ തെറ്റുകൾക്ക് കാലം എനിക്ക് മാപ്പ് തരുമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഇനി നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കണം, അദ്ദേഹം പറഞ്ഞു. ബബിതയും രോഹിത്തും അലീന അരികിലേക്ക് വന്നു. അവരെല്ലാവരും ആ ഒരു കുടുംബമായി മാറിയ നിമിഷം ആ വീട്ടിൽ മഴ തോർന്നു പോയതുപോലെ ശാന്തമായിരുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.